വെൽക്കം ബാക്ക്. ഇതുവരെ നമ്മൾ പഠിച്ച എ ഡബ്ല്യു എസ് വി പി സിയുടെ കാര്യങ്ങൾ ഇന്ന് നമുക്ക് വി പി സി ആൻഡ് അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുണ്ടായി എ ഡബ്ല്യു എസിൽ ഒരു ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്കിത് ഹാൻഡ്സ് ഓൺ ആയി ചെയ്താലാണ് കൂടുതൽ നമുക്ക് ഓർത്തിരിക്കാനും ആ റിസോഴ്സസിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് എങ്ങനെയാണ് പ്രൊവിഷൻ ചെയ്യുന്നത് ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ നമുക്ക് അത് ഒരു ജനറൽ യൂസ് കേസ് വരുമ്പോൾ നമുക്കത് കോൺഫിഡൻ്റായി യൂസ് ചെയ്യാനും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഓർക്കാനും എല്ലാം എളുപ്പമായിരിക്കും. അതിനായി ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞ പോലെ എ ഡബ്ല്യു എസിൽ ഒരു ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിൽ കുറച്ച് ഫ്യൂ സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം. അതിൽ നമ്മളൊരു എ ഡബ്ല്യു എസ് മാനേജ്മെൻറ്റ് കൺസോൾ ഇതിലേക്കെല്ലാം പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യുക. എ ഡബ്ല്യു എസ് മാനേജ്മെൻറ്റ് കൺസോൾ എന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് ലിങ്ക് തന്നെ എ ഡബ്ല്യു എസിൻ്റെ ഒരു മാനേജ്മെൻറ്റ് കൺസോൾ ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ക്രിയേറ്റ് എ ഡബ്ല്യു എസ്. ഇപ്പം ഞാൻ ഓൾറെഡി അത് സൈൻ ഇൻ ചെയ്തുകൊണ്ട് ഇവിടെ സൈൻ ഇൻ ടു എ കൺസോൾ എന്നാണ്, അല്ലെങ്കിൽ ക്രിയേറ്റ് യുവർ എ ഡബ്ല്യു എസ് കൺസോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ക്രിയേറ്റ് യുവർ എ ഡബ്ല്യു എസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്സ് കാണും. നിങ്ങളൊരു ഇമെയിൽ ഐ ഡി കൊടുക്കുക. ആ ഇമെയിൽ ഐ ഡി കൊടുത്ത് അതിനൊരു അക്കൗണ്ടിനൊരു പേര് കൊടുക്കുക. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമെയിലിൽ ഒരു 6 ഡിജിറ്റ് കോഡ് വരും. ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 5 സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ നിങ്ങൾ അഡ്രസ് ഡീറ്റെയിൽസ്, അതേപോലെ നിങ്ങൾ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. അതിൽ ഇനീഷ്യലി അവർ ഒരു ₹2 അവർ അതിൽ യൂസ് ചെയ്യും. അത് വെരിഫൈ ചെയ്യാനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യുന്ന എമൗണ്ടാണത്. അങ്ങനെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്കതിൽ സൈൻ ഇൻ ചെയ്യാം. ഇതിൽ എ ഡബ്ല്യു എസ് ഡോക്യുമെൻറ്റ്സിൽ നോക്കിയാൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കാണാം ഫ്രീ ടയർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. ആ ഡീറ്റെയിൽസിൽ ഏതൊക്കെ റിസോഴ്സാണ്, എത്രയെല്ലാം ഹവറാണ് അത് ഫ്രീ ആയിട്ട് അവൈലബിൾ എന്നെല്ലാം കാണാം. അതും വെച്ചിട്ട് നമുക്ക് ഓരോ സർവീസസ് പ്രൊവിഷൻ ചെയ്ത് നമുക്ക് അത്ര ടൈം യൂസ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ സൈൻ ഇൻ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതാണ് എനിക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണ്. ഇപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോഴും പല ഓപ്ഷനാണ്. ഒന്നെങ്കിൽ നമുക്ക് റൂട്ട് യൂസറായിട്ട് കയറാം, പക്ഷേ അത് ജനറലി റെക്കമെൻഡഡ് അല്ല. റൂട്ട് യൂസറായിട്ട് കയറുമ്പോൾ ആ റൂട്ട് യൂസറിന് കംപ്ലീറ്റ് ആക്സസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഓർഗനൈസേഷനിലെ മെയിൻ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്ക് ആ റൂട്ട് യൂസർ ആക്സസ് ഉണ്ടായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് വേറെ ആർക്ക് ആക്സസ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ് ഈ IAM ഒരു IAM യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ യൂസറിന് അഡ്മിൻ പ്രിവിലേജ് കൊടുത്താൽ ആ യൂസറിന് കംപ്ലീറ്റ് സർവീസിലേക്കുള്ള ആക്സസ് ഉണ്ട്. പക്ഷേ റൂട്ട് യൂസറാണ് അതിലത്തെ സൂപ്പർ പവർ ഉള്ളത്. അതുകൊണ്ട് റൂട്ട് യൂസർ ആക്സസ് ജനറലി നമ്മളൊരു അക്കൗണ്ടിലെ ജനറൽ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്യാത്തൊരു കാര്യമാണ്. അതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് AWSനെ റെക്കമെൻഡ് ചെയ്യണത് ഫസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ IAMൽ വരിക. IAMന്ന് നമ്മളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക. ആ യൂസറിൽ അഡ്മിൻ പ്രിവിലേജ് കൊടുക്കുക. ആ യൂസറിന് നമുക്ക് അതേപോലെ എല്ലാ സർവീസും ആക്സസ് ചെയ്യാനുള്ള പ്രിവിലേജ് കിട്ടും. അത് നമ്മൾ IAM എന്ന് പറയുന്ന സർവീസ് വരുമ്പോൾ എങ്ങനെയാണ് യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം പറയാം. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഒരു ലേണിംഗ് സ്റ്റേജിലാകുമ്പോൾ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള റൂട്ട് യൂസർ അക്കൗണ്ട് ഇമെയിൽ ID യൂസർ നെയിം ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സൈൻ ഇൻ ആസ് എ റൂട്ട് യൂസറായി സൈൻ ഇൻ ചെയ്യുക. അക്കൗണ്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ കൂടുതലായി കാണിച്ചിരുന്നത് നമ്മൾ ഇതുവരെ സംസാരിച്ച VPC കുറിച്ച്. VPC എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? VPC ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തെ നമ്മൾ പറഞ്ഞു ഒരു IP റേഞ്ച് കൊടുത്തിട്ടാണ്. ആ IP റേഞ്ചിന് പറയുന്നത് CIDR എന്ന് പറയുന്നത് ഒരു ക്ലാസ്ലെസ് ഇൻ്റർ ഡൊമെയിൻ റൗട്ടിംഗ് ആണ്. അതെന്ന് പറയുന്നത് ഒരു മെത്തേഡ്, നമ്മൾ എങ്ങനെയാണ് ഒരു IP അഡ്രസ് എഫിഷ്യൻ്റ്ലി അലോക്കേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതിനുള്ളൊരു മെത്തേഡാണ് CIDR എന്ന് പറയുന്നത്. CIDR എന്ന് പറയുമ്പോൾ ക്ലാസ്ലെസ് ഇൻ്റർ ഡൊമെയിൻ റൗട്ടിംഗ്. ഈ CIDR നമ്മൾ ഒരു VPC ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു IP റേഞ്ച് കൊടുക്കും. അപ്പോൾ ഈ IP റേഞ്ച് നമ്മളെങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ഒരു പ്രൈവറ്റ് IP റേഞ്ച് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു RFS 1918 ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് IP റേഞ്ചുകളുണ്ട്. ആ IP റേഞ്ചിലത്തെ ഒരു IP റേഞ്ച് എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുക. അതിലത്തെ നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് വരുമ്പോൾ നമുക്ക്
കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയാണ് VPC ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അതായത് നമുക്ക് AWSന് ഇപ്പോൾ ഞാൻ ക്ലൗഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇത്രയും GUIയിൽ ഇത്രയും ഫീച്ചേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ നമ്മൾ ഒരു VPC, ആ VPCയിൽ എത്രയാണ് CIDRയുടെ റേഞ്ച് നമ്മൾ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യണത് അത് കൊടുക്കുക, അത് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ AWS തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ഫീച്ചേഴ്സും ഇതിൽ ഒരു സർവീസ് ക്രിയേഷനിൽ തന്നെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് VPC ഓൺലി എന്ന് പറയുമ്പോൾ നമ്മൾ VPC മാത്രം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ സബ്നെറ്റ്, റൗട്ട് ടേബിൾ, അതേപോലെ ഇൻ്റർനെറ്റ് ഗേറ്റ്വേ, നാറ്റ് ഗേറ്റ്വേ, ഇതെല്ലാം ഒരു വൺ ടൈമിൽ തന്നെ നമുക്കെല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ VPC ആൻഡ് മോർ എന്ന് പറയുന്നത്. അതിൽ പറയുമ്പോൾ ഇതിലത്തെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അതിൽ റിക്വയർഡായ കാര്യങ്ങൾ അത് ഓരോ സ്റ്റെപ്പിൽ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നെയിം ടാഗ് ഓട്ടോ ജനറേറ്റഡ്, അതായത് നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിനുള്ള ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ABC എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ VPC ക്രിയേറ്റ് ചെയ്യണത്. അതിലുള്ള റിസോഴ്സസ് പ്രൊവിഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ പ്ലാനെങ്കിൽ നമ്മൾ ഇതിന് നമുക്കൊരു നെയിം ടാഗ് കൊടുക്കുക. അതായത് ഇവിടെ പ്രൊവിഷൻ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ VPC ആൻഡ് മോർ പറഞ്ഞ് സെലക്ട് ചെയ്ത് പോകുമ്പോൾ പല റിസോഴ്സസ്, അതായത് സബ്നെറ്റ്സ്, റൗട്ട് ടേബിൾ, ഇതെല്ലാം ഇവിടെ പ്രൊവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു കോമൺ ആയിട്ടൊരു നെയിം അത് എല്ലാത്തിനും കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു സ്പെസിഫൈ ചെയ്യണം. പ്രോജക്റ്റ് ABC. അപ്പോൾ അതിലത്തെ എല്ലാ റിസോഴ്സിനും പ്രോജക്റ്റ് ABC എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ഉള്ള ഒരു റിസോഴ്സിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് പ്രോജക്റ്റിന് വേണ്ടി പ്രൊവിഷൻ ചെയ്ത ഒരു റിസോഴ്സാണിതെന്ന്. അതാണ് ഈ ഒരു ഫീൽഡ്. അത് കഴിഞ്ഞാൽ നമ്മൾ പറയും IPv4 CIDR ബ്ലോക്ക്. ഈ CIDR ബ്ലോക്കാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ IP റേഞ്ച്. ഇവിടെ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് പറയാം. കുറച്ച് ഡീറ്റെയിൽസ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ AWSൽ നമുക്ക് മാക്സിമം /16 റേഞ്ചിലുള്ള ഒരു IP റേഞ്ച് എടുക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു CIDR റെപ്രസെൻ്റ് ചെയ്യുക. IP റേഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യണത് ഇങ്ങനെയാണ്. ഇതിലെന്താ വെച്ചാൽ ഈ ഫസ്റ്റ് 4 ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്ക് അഡ്രസ്സും ഈ സ്ലാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സബ്നെറ്റ് മാസ്കുമാണ്. ആ സബ്നെറ്റ് മാസ്കാണ് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യണത്. ഇപ്പോൾ നമുക്കതിന് വേണ്ടി നമുക്കിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ള ഒന്നാണ് CIDR.XYZ. അതൊരു IP കാൽക്കുലേറ്ററാണ്. ഈ IP അല്ലെങ്കിൽ CIDR കാൽക്കുലേറ്റർ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞതിന് മുമ്പ് ഒരു 6 years ബിഫോർ എല്ലാം ഇതിൽ ഇങ്ങനെ ഇത്രയും GUIയിൽ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് എത്രയാണ് നമ്മുടെ റേഞ്ച്, നമ്മുടെ റിസോഴ്സസ് നമുക്കിതിൽ പ്രൊവിഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ആ ഒരു റേഞ്ച് നമ്പർ ഓഫ് റിസോഴ്സിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മളൊരു IP റേഞ്ച് ഫിക്സ് ചെയ്യും. അത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു /16 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഇതാണ് സൈസ് ഓഫ് നെറ്റ്വർക്ക്. ഈ /16 എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര IPകളുണ്ട്? 65,536 IP ഉണ്ട്. ഈ ഒരു റേഞ്ചിൽ നമ്മൾ VPC ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ IP റേഞ്ചിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊരു 24 അപ്പോൾ 24 ആയി ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു സബ്നെറ്റിൽ 256 IP വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ നമുക്ക് ആ ഒരു റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾക്കതിനെ ഡിവൈഡ് ചെയ്ത് സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ ഇപ്പോൾ AWS തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ആയിട്ട് തരുന്നുണ്ട്. ഓൾറെഡി ഡിഫോൾട്ട് എങ്ങനെയാണ് എടുക്കുന്നത് അതെല്ലാം ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഇവർ ഡിഫോൾട്ടായിട്ട് ഒരു എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. 10.0.0.0/16 എന്ന് പറയുന്ന ഒരു IP റേഞ്ചിൽ നമ്മൾ VPC ക്രിയേറ്റ് ചെയ്യുക.
ഇവിടെ അതേപോലെ തന്നെ IPv6 CIDR ബ്ലോക്സും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ അതുവരെ യൂസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് അത്രയും IP റിക്വയർഡ് ആയ ഒരു യൂസ് കേസ് വരികയാണെങ്കിൽ നമുക്ക് IPv6ലേക്ക് പോവാം. ഇനി ഇവിടെ വരുന്നതാണ് ടെനൻസി. ടെനൻസി എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ, ഡീഫോൾട്ട് ആൻഡ് ഡെഡിക്കേറ്റഡ്. അതിൽ ഈ ഡെഡിക്കേറ്റഡ് ആൻഡ് ഡീഫോൾട്ട് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഒരു ക്ലൗഡ് പ്രൊവൈഡർ എങ്ങനെയാണ് റിസോഴ്സസ് തരുന്നത്, അതിൽ അവർ ഹാർഡ്വെയർ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് മാനേജ് ചെയ്യുന്നു, അതിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സർവീസ് വെച്ച് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഈ ഹാർഡ്വെയർ, ഫിസിക്കൽ ഹാർഡ്വെയർ അവർ തരുന്നതിനെ നമുക്ക് ഷെയർഡ് ആയിട്ട് പല കസ്റ്റമേഴ്സിനും ഹാർഡ്വെയർ ഷെയർഡ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മളത് പറയുന്നതാണ് ഡീഫോൾട്ട്. ഇപ്പോൾ നമുക്ക് അത്രയും സെക്യൂറായ ഒരു പ്രോജക്റ്റാണ്, സെക്യൂരിറ്റി മോർ കൺസേൺ ആയിട്ടുള്ള ഒരു കേസിൽ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് എന്ന് പറയാം. അപ്പോൾ ഫിസിക്കൽ ഹാർഡ്വെയർ കംപ്ലീറ്റ്ലി നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ പ്രൊവിഷൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിക്കോളും. പക്ഷേ ഇതിൽ എന്താ വെച്ചാൽ അത്രയും നമ്മുടെ യൂസ് കേസിൽ അത്രയും സെക്യൂരിറ്റി റിക്വയർഡ് ആയ ഒരു യൂസ് കേസിലാണ് ഈ ഡെഡിക്കേറ്റഡ് ടെനൻസിയിലേക്ക് പൊതുവേ പോവുള്ളൂ. അല്ലെങ്കിൽ അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ക്ലൗഡ് പ്രൊവൈഡർ സൈഡിൽ നിന്ന് ഒരു ഒപ്റ്റിമൈസേഷൻ ചെയ്യണതാണ് ഈ ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് തരുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ VPC ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ടെനൻസി ഡീഫോൾട്ട് പറഞ്ഞോളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ പ്രൊവിഷൻ ചെയ്യണം ഒരു ഇൻസ്റ്റൻസിന് ഇതേ ചോദ്യം വീണ്ടും വരും. നമുക്ക് ഡീഫോൾട്ട് വേണോ, അല്ലെങ്കിൽ അതായത് ഷെയർഡ് വേണോ, ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണോ. അപ്പോൾ ആ ടൈമിൽ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ സെർവർ പ്രൊവിഷൻ ചെയ്യുമ്പോൾ അതിന് ഡെഡിക്കേറ്റഡ് വേണമെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി ഡെഡിക്കേറ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഇതിലുള്ള എല്ലാ റിസോഴ്സും ഡെഡിക്കേറ്റഡ് VPCയുടെ ഉള്ളിലായിട്ട് പ്രൊവിഷൻ ചെയ്തതിൻ്റെ ഇൻഇഫക്റ്റ് അങ്ങനെയാണ് വരുന്നത്. നമ്മൾ ജനറൽ യൂസ് കേസിലൊക്കെ വരുമ്പോൾ നമ്മൾ പോവുക ഡീഫോൾട്ടായിട്ട് പറയും. അത് കഴിഞ്ഞാൽ അവൈലബിലിറ്റി സോൺസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ, ഈ ഒരു പാർട്ടാണ് നമ്മൾ റീജിയൻ ആൻഡ് അവൈലബിലിറ്റി സോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത്. ഇതാണ് പല റീജിയൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. AWS തരുന്ന പല റീജിയൻസ് ഇതെല്ലാമാണ്. ഇതിലിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മുംബൈ റീജിയൻ. ഈ മുംബൈ റീജിയനിൽ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ അവൈലബിലിറ്റി സോൺസ്, എത്ര അവൈലബിലിറ്റി സോൺസ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളൊരു 4 അവൈലബിലിറ്റി സോൺ നമ്മൾ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ കറൻ്റ്ലി ഇവിടെ ABC ഓക്കെ, ഇവിടെ പബ്ലിക് സബ്നെറ്റായിട്ട് ഇവിടെ 2 എടുത്തു. അത് കഴിഞ്ഞ് പ്രൈവറ്റ് സബ്നെറ്റായിട്ട് നമ്മൾ 4 എന്ന് പറഞ്ഞു. ആ 4 ആണ് പറഞ്ഞിരിക്കുന്നത്. AP South 1A, AP South 1B, AP South, അതായത് 4 സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ഒന്ന് 1Aയിൽ 2 റേഞ്ച് ഓഫ് IP ക്രിയേറ്റ് ചെയ്തു, 1Bയിൽ 2 റേഞ്ച് ഓഫ് IP ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് അവൈലബിലിറ്റി സോൺസ്. ഇനി നമ്മൾ ഇവിടെ പറയണത് നാറ്റ് ഗേറ്റ്വേ. ഇതിൽ നമുക്ക് നാറ്റ് ഗേറ്റ്വേ വേണോ, ഇൻ 1 അവൈലബിലിറ്റി സോണിൽ ഒരു നാറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻ 1 പെർ അവൈലബിലിറ്റി സോണിൽ നാറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്യണോ, ഇതുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് 1 അവൈലബിലിറ്റി സോണിൽ നാറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്താൽ അത് നമ്മൾ പറഞ്ഞ യൂസ് കേസ് പോലെ ഒരു പ്രൈവറ്റ് സബ്നെറ്റിന് റിസോഴ്സിന് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണം. അതിന് നാറ്റ് ഗേറ്റ്വേ വഴി നമുക്ക് അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പല ഇപ്പോൾ മോർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഈ നാറ്റ് ഗേറ്റ്വേയുടെ IP നമ്മൾ ഡെസ്റ്റിനേഷൻ സൈറ്റിൽ വൈറ്റ് ലിസ്റ്റ് ചെയ്താലാണ് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു യൂസ് കേസ് വരികയാണെങ്കിൽ പല ആപ്ലിക്കേഷന് പല സ്ഥലത്ത് നമുക്ക് വൈറ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സെയിം IP വൈറ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു യൂസ് കേസ് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് 1 പെർ അവൈലബിലിറ്റി സോൺ ഒരു നാറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്തിട്ട് പല റിക്വസ്റ്റിനും പല നാറ്റ് ഗേറ്റ്വേ വഴി പോകാനുള്ള ഇതിൻ്റെ ആക്സസ് കൊടുക്കാം. അതേപോലെ VPC എൻഡ് പോയിൻറ്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു നമ്മൾ പറഞ്ഞു S3 ബക്കറ്റിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു S3 VPC എൻഡ് പോയിൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് റൗട്ട് ടേബിളിൽ കൊടുത്താൽ നമുക്ക് VPC എന്നുള്ള ഒരു റിസോഴ്സിനെ S3 പ്രൈവറ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഇവിടെ നമുക്ക് 1 ടൈമിൽ S3 ഗേറ്റ്വേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം നന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ പ്രൊവിഷൻ ചെയ്യില്ല. ഇനി DNS ഓപ്ഷൻ. ഇവിടെ DNS ഓപ്ഷൻ എന്താ പറയുന്നത് വെച്ചാൽ
നമ്മുടെ ഇവിടെ ഒരു പബ്ലിക് സബ്നെറ്റിൽ ഇപ്പോൾ ഒരു പബ്ലിക് സെർവറിനെ പ്രൊവിഷൻ ചെയ്തു, അതിനൊരു പബ്ലിക് ഐ പി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിക് ഐ പിക്ക് ഒരു DNS ഹോസ്റ്റ് നെയിം ഓട്ടോമാറ്റിക്കലി എനേബിൾ ചെയ്യണോ, അതായത് AWSൻ്റെ. ഇതിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ആ AWS സൈഡിൽ നിന്ന് ഒരു ഹോസ്റ്റ് നെയിം അസൈൻ ചെയ്യണം. അതേപോലെ തന്നെ AWS DNS സെർവർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ DNS റെസൊല്യൂഷൻ നടത്തണം. അതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് എനേബിൾ ചെയ്യണം. അപ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു IP കിട്ടി ആ IPക്ക് ഒരു ഹോസ്റ്റ് നെയിം അസൈൻ ചെയ്യാനും അത് റിസോൾവ് ചെയ്യാനും AWSൻ്റെ തന്നെ DNS സെർവർ യൂസ് ചെയ്തിട്ട് റെസൊല്യൂഷനും നടക്കുക. ഇനി ഇത് ഒരു അഡീഷണൽ ടാഗാണ്. ഇത് മെയിൻലി നമ്മൾ ബില്ലിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ പ്രോജക്റ്റ്, ഇപ്പോൾ പറഞ്ഞു പ്രോജക്റ്റ് ABCക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രൊവിഷൻ ചെയ്യണത്. അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു ബില്ലിംഗ് സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കീ വാല്യൂ കൊടുത്തിട്ട് ഇതിലുള്ള എല്ലാ റിസോഴ്സസും അതൊന്ന് ഫിൽട്ടർ ചെയ്ത് എത്രയാണ് ആ ഒരു റിസോഴ്സിനുള്ള ബില്ലിംഗ് എമൗണ്ട് എത്രയാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കിങ്ങനെ ഒരു പെർട്ടിക്കുലർ കീ വാല്യൂ ആയിട്ട് നമ്മൾ ടാഗ് കൊടുക്കാം. ആ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്ടറിങ് എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഇതേ കാര്യം നമുക്കൊരു പ്രിവ്യൂ ആയിട്ട് കാണാം. ഇവിടെ ഇപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് ABC VPC ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ടോട്ടൽ 6 സബ്നെറ്റ്സ് ആണ്, 4 പ്രൈവറ്റ് ആൻഡ് 2 പബ്ലിക് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പബ്ലിക്, ഇത് 4 പ്രൈവറ്റ് ആയിട്ട്. പിന്നെ റൗട്ട് ടേബിളിൻ്റെ എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കണമെന്ന്, അതുപോലെ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ അതിലുണ്ട്. ഇതെല്ലാം ഒരു പ്രിവ്യൂ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് VPC കൊടുത്തു കഴിഞ്ഞാൽ AWSൻ്റെ സൈഡിൽ അത് VPC ക്രിയേറ്റ് ചെയ്യും. വ്യൂ VPC നമുക്ക് ഇവിടെ ഇപ്പോൾ VPC ഇതാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത VPC. അതിന് ഓക്കെ, ഇതാണ് നമ്മൾ പേര് കൊടുത്തത് പ്രോജക്റ്റ് ABC VPC എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ VPC കൊടുത്തു. നമ്മൾ പറഞ്ഞ റേഞ്ച് 10.0.0.0/16 IP റേഞ്ച് വെച്ചിട്ടൊരു VPC ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ കൂടെ ഇവിടെ ഓൾറെഡി ഒരു VPC ഉണ്ട്. ഈ VPCനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ ഡീഫോൾട്ട് VPC എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണ് ഏതാണ് ഡീഫോൾട്ട് ഏതാണ് ഇപ്പോൾ നോൺ ഡീഫോൾട്ട് VPC എന്ന് നോക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ടാബ് നോക്കിയാൽ മതി. അതായത് ഡീഫോൾട്ട് VPC യെസ്, ഈ ഫസ്റ്റ് കാണുന്നത് ഡീഫോൾട്ട് VPC ആണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, പകരം AWS നമ്മളിതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറയുണ്ടായി. എന്താണ് ഡീഫോൾട്ട് VPC? ഡീഫോൾട്ട് VPC എല്ലാ റീജിയനിലും AWSൻ്റെ സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു VPC ആണ്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത VPCയുടെ സബ്നെറ്റ് ഡീറ്റെയിൽസ്, റൗട്ട് ടേബിൾ എല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്ത് കാണാൻ പറ്റും. ഇത് സബ്നെറ്റ്, റൗട്ട് ടേബിൾ ഇതെല്ലാം ഇവിടെ വിസിബിൾ ആണ്. ഇതിൽ ഈ VPC ID എടുക്കുക, ഇതൊരു യുണീക്ക് ID ആണ്. ഇത് വെച്ച് നമ്മൾ ഫിൽട്ടർ ചെയ്താൽ ഇതിൻ്റെ റിലേറ്റഡ് റിസോഴ്സസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതിലിങ്ങനെ ഫിൽട്ടർ ചെയ്യുക. ഇതാണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് ABC സബ്നെറ്റ് VPC ID. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് സബ്നെറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത 6 സബ്നെറ്റ്സ്, 2 പബ്ലിക് ആൻഡ് 4 പ്രൈവറ്റ് സബ്നെറ്റ്സിന് നമുക്ക് കാണാൻ പറ്റും. അതിൽ റൗട്ട് ടേബിളും കാണണമെങ്കിൽ ഇതേപോലെ നമ്മൾ VPC ID വെച്ച് ഫിൽട്ടർ ചെയ്താൽ നമുക്ക് റൗട്ട് ടേബിൾ ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, അതേപോലെ ഇൻ്റർനെറ്റ് ഗേറ്റ് വേയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇൻ്റർനെറ്റ് ഗേറ്റ് വേ. ഇങ്ങനെയാണ് നമുക്ക് ഒരു VPC സബ്നെറ്റ്, റൗട്ട് ടേബിൾ, ഇൻ്റർനെറ്റ് ഗേറ്റ് വേ, ഇങ്ങനെ എല്ലാ സർവീസസും നമ്മളൊരു മാനേജ്മെൻറ്റ് കൺസോളിൽ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഓരോ സർവീസിനെയും ക്രിയേറ്റ് ചെയ്ത്
നമ്മൾ ഒരു ഹാൻഡ്സ് ഓൺ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിസോഴ്സിനെ കുറിച്ചും ഇനിയൊരു യൂസ് കേസായിട്ട് ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് എടുത്ത് ആ പ്രോജക്റ്റിൽ വരണ പോലെ നമ്മളൊരു സബ്നെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിൽ റിസോഴ്സസ് ഏതെല്ലാം സബ്നെറ്റിൽ വേണം, എങ്ങനെയാണ് ആ ഒരു സബ്നെറ്റിലത്തെ റിസോഴ്സ് കണക്ട് ചെയ്യുക, ഇതെല്ലാം കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രാക്ടിക്കൽ നോളേജ് ഉണ്ടാവും. അത് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ. ഓക്കെ, ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.